ഹായ് ഫ്രണ്ട്സ്, പത്തരമാറ്റ് സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദേവയാനി അങ്ങനെ നയനിയാണ് കരൾ കൊടുത്തതെന്നുള്ള വിവരമൊക്കെ അറിഞ്ഞിട്ട് നയനിയെ സ്നേഹിച്ചു തുടങ്ങുകയാണ് കേട്ടോ. അങ്ങനെ നന്ദാവനത്തിൽ ചെന്നിട്ട് മരുമകളെ സ്നേഹിച്ച് കൂട്ടിക്കൊണ്ടുവരികയാണ് അനന്തപുരിയിലേക്ക്. അത് ആർക്കും അത്ര ഇഷ്ടപ്പെടുന്നൊന്നുമില്ല. പക്ഷേ ദേവയാനി കട്ടയ്ക്ക് നയനയുടെ കൂടെ നിൽക്കുന്ന കിടിലൻ അടിപൊളി എപ്പിസോഡുകളാണ് വരാൻ പോകുന്നത്. ആ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ദേവയാനി നയനയെ കൂട്ടിക്കൊണ്ട് വരുമ്പോഴേ അനാമികയും രേവതിയും എല്ലാം ബഹളം വയ്ക്കുകയാണ് കേട്ടോ. അനാമിക പറയുന്നുണ്ട്, എന്താ വല്യമ്മ ഇത്? വല്യമ്മയ്ക്ക് ഇതെന്ത് പറ്റി? എന്താ ഇവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്? ഈ നാശം അവിടെ എങ്ങാനും നിന്നോളുകയല്ലായിരുന്നോ? അപ്പോൾ അത് ദേവയാനിക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. ദേവയാനി പറയാണ്, അനാമികയെ ഇവളെൻ്റെ മരുമകളല്ലേ, അതുകൊണ്ടാണ് ഞാൻ ഇവളെ കൂട്ടിക്കൊണ്ട് വന്നത്. അതിന് നീ ഇങ്ങനെ ദേഷ്യപ്പെടേണ്ടതോ ആയ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോഴേക്കും ഉടനെ തന്നെ ജാനകി പറയാണ്, ഏടത്തി തന്നെയല്ലേ പറഞ്ഞത് ഇവളുടെ മുഖം കാണുന്നത് പോലും ഇഷ്ടമില്ലാന്ന്. എന്നിട്ടിപ്പോൾ എന്താ ഏടത്തി അവിടെ ചെന്ന് തന്നെ ഇവളെ കൂട്ടിക്കൊണ്ട് വന്നത്? എന്താ സർജറിക്കൊക്കെ ശേഷം ഏടത്തിക്കൊരു മനമാറ്റം? കഴിഞ്ഞ ദിവസം വരെ ഇങ്ങനൊന്നും അല്ലല്ലോ ഏടത്തി പറഞ്ഞത്. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ ജലജ പറയാണ് കേട്ടോ, അതേ ഇവളെ കൂട്ടിക്കൊണ്ട് വന്നത് ചിലപ്പം ഇവിടുത്തെ ജോലികളെല്ലാം ചെയ്യാനായിരിക്കും. ഏടത്തിക്കറിയാം ഇവിടെ ഒരുപാട് ജോലിയുണ്ട്, നമ്മളൊക്കെ അതെല്ലാം ചെയ്ത് കഷ്ടപ്പെടുവാണെന്ന്. ഇവൾ വന്നാൽ പിന്നെ എല്ലാ ജോലികളും ഇവൾ ചെയ്തുവല്ലോ. ഇവളെ ഒരു വേലക്കാരിയായിട്ട് തന്നെയാണ് ഏടത്തി കൂട്ടിക്കൊണ്ട് വന്നത്. അപ്പോൾ അത് ദേവയാനിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. ദേവയാനി ജലജയോട് നേരെ ദേഷ്യപ്പെടുകയാണ്. എന്താ ജലജ നീ പറയുന്നത്? ഇവളെ ഞാൻ വേലക്കാരിയായിട്ടാണ് കൂട്ടിക്കൊണ്ടു വന്നതെന്നാണോ? ഇവളെ ഒരിക്കലും ഞാൻ വേലക്കാരിയായിട്ടല്ല കൂട്ടിക്കൊണ്ടു വന്നത്, എൻ്റെ മരുമകളായിട്ട് തന്നെയാണ് കൂട്ടിക്കൊണ്ടു വന്നത്. അക്കാര്യത്തിൽ ഇനി ആരും സംശയിക്കുകയൊന്നും വേണ്ട. എന്താ ജലജ, നിങ്ങൾക്കും ഇല്ലേ മരുമക്കൾ? അവരെയൊക്കെ ഇവിടുത്തെ വേലക്കാരിയായിട്ടാണോ കാണുന്നത്? അല്ലല്ലോ, മരുമക്കളായിട്ട് തന്നെയല്ലേ കാണുന്നത്. അതുപോലെ തന്നെയാണ് ഇവളെയും കാണുന്നത്. അതിനൊക്കെ ശേഷം അവർക്ക് 3 പേർക്കും അങ്ങ് ദേഷ്യമാണ് കേട്ടോ, ദേവയാനിയോടും അതുപോലെ തന്നെ നയനയോടും. അത് കാരണം ദേവയാനിയോടും എല്ലാ കാര്യത്തിനും ജാനകിക്കൊക്കെ അങ്ങ് ഭയങ്കര ദേഷ്യവും എതിർപ്പുമാണ്. അങ്ങനെ പോകുമ്പോഴാണ് നയനയും ആദർശും കൂടെ മുറിയിലെത്തിയിട്ട് സംസാരിക്കുന്നുണ്ട്. ആദർശ് നയനയോട് പറയാണ് കേട്ടോ, തൻ്റെ ആഗ്രഹം പോലെ ഇപ്പോൾ കാര്യങ്ങളൊക്കെ നടന്നില്ലേ? അമ്മ തന്നെ വന്ന് കൂട്ടിക്കൊണ്ടു വന്നു, താനാ കരൾ തന്നെന്ന് അമ്മ അറിയുകയും ചെയ്തു. തന്നോട് മാപ്പ് പറഞ്ഞ് അമ്മ ഇവിടെ കൂട്ടിക്കൊണ്ട് വന്നില്ലേ, അത് തന്നെ വലിയ കാര്യമല്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ നയന പറയുന്നുണ്ട്, ശരി ആദർശേട്ടാ, ഞാനിതൊന്നും പ്രതീക്ഷിച്ചില്ല. അമ്മ ഒരിക്കലും എന്നെ അംഗീകരിക്കില്ലെന്നാണ് ഞാൻ വിചാരിച്ചത് എന്ന് പറയുമ്പം ആദർശ് പറയാണ്, അങ്ങനെയൊന്നും വിചാരിക്കേണ്ട, അമ്മയാളൊരു പാവാടോ. പിന്നെ നമ്മുടെ വിവാഹം ഇങ്ങനെ ഒരു രീതിയിൽ നടന്നതുകൊണ്ടാണ് അമ്മയ്ക്ക് തന്നോട് ഇത്രയധികം ദേഷ്യം, അല്ലാതൊന്നും അല്ല എന്ന് പറയാണ്. എന്തായാലും അമ്മ തിരിച്ചറിഞ്ഞല്ലോ തന്നെ, തനിക്ക് അതായിരുന്നല്ലോ ഏറ്റവും വലിയ വിഷമം. അപ്പോൾ നയന പറയാണ്, ശരിയാണ്, എനിക്ക് ഏറ്റവും വലിയ വിഷമം അതായിരുന്നു, അമ്മ തിരിച്ചറിഞ്ഞില്ലല്ലോ എന്നുള്ള ഒരു വിഷമമായിരുന്നു. ആദ്യമൊക്കെ ആദർശേട്ടൻ വെറുക്കുമ്പോൾ ആദർശേട്ടൻ എന്നെ ഒന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ശരിയായി, ആദർശേട്ടൻ എന്നെ മനസ്സിലാക്കി, എനിക്ക് എന്തും ചെയ്തു തരാൻ കെൽപ്പുള്ള ഒരു ഭർത്താവായി മാറി. പക്ഷേ അമ്മ എതിർത്തുകൊണ്ടിരുന്നപ്പം അതെന്നെ വല്ലാതെ വിഷമിപ്പിച്ചു. ബാക്കിയുള്ള ആരെതിർത്താലും അമ്മയും കൂടി അംഗീകരിച്ചാൽ എനിക്ക് സന്തോഷമായി എന്ന് പറയാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ആ കാര്യങ്ങളൊക്കെ ഇപ്പം ഭംഗിയായിട്ട് നടന്നല്ലോ, ഇനി നമുക്ക് നമ്മുടെ ശാന്തി മുഹൂർത്തത്തെക്കുറിച്ചൊക്കെ ഒന്ന് ആലോചിക്കാം. അപ്പോൾ നയന പറയാം, എന്ത്? ആ ശാന്തി മുഹൂർത്തം. അന്ന് അങ്ങനെ ഒരു പ്ലാനിലേക്കൊക്കെ വന്ന് നമ്മൾ ഹണിമൂണിനൊക്കെ ഒന്ന് പോകാൻ പ്ലാൻ ചെയ്തപ്പോഴാണ് അമ്മ ശബരിമലയ്ക്ക് പോകാനായിട്ട് പറഞ്ഞത്. അതുകൊണ്ട് ആ കാര്യം അവിടെ വെച്ച് സ്റ്റോപ്പായി. ഇനിയിപ്പോൾ അമ്മ അതിനെന്തായാലും തടസ്സം നിൽക്കുകയല്ല. തൻ്റെ മനസ്സിലുള്ളതുപോലെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോയി. അമ്മയും നമ്മളെ അംഗീകരിച്ചു, മുത്തശ്ശനും മുത്തശ്ശിയും അമ്മയും അച്ഛനും എല്ലാം നമ്മളെ അംഗീകരിച്ചു. പിന്നെ അംഗീകരിക്കാത്തവർ നമുക്ക് പ്രശ്നമുള്ള ആളുകളല്ല. അതുകൊണ്ട് ഇനി നമുക്ക് സീരിയസ് ആയിട്ട് തന്നെ ശാന്തി മുഹൂർത്തത്തിൻ്റെ കാര്യത്തിലേക്ക് കടക്കണം കേട്ടോ. അപ്പം നയനയ്ക്കൊരു നാണമൊക്കെ വരുന്നുണ്ട്. നയന് പറയാം, ആദർശേട്ടാ അതൊക്കെ കുറച്ചുകൂടി, എന്ത് കുറച്ചുകൂടി, ഒരു കുറച്ചുകൂടിയില്ല, താൻ ഇനിയിപ്പം നമുക്ക് ആ കാര്യം നീട്ടി വയ്ക്കേണ്ടതേ ഇല്ല എന്ന് പറയാണ്. അങ്ങനെ നയനയെ സോപ്പിടാൻ വേണ്ടിയിട്ട് ആദർശ് ഇങ്ങനെ നയന പുറകെ നടക്കാണ് കേട്ടോ. നയനയാണെങ്കിൽ ആദർശിനെ കുറച്ചൊക്കെ വട്ടം ചുറ്റിക്കുന്നുണ്ടേ. അങ്ങനെ ഇരിക്കുമ്പോഴേക്കും നയനയുടെ അടുത്ത് പോയിട്ട് ആദർശ് ഇരിക്കുന്നൊക്കെയുണ്ട്. എന്നിട്ട് ഇങ്ങനെ ചിന്തിക്കുക, ഇവളെ എങ്ങനെ സോപ്പിടും, ഇവളെ എങ്ങനെ ഇവളോട് സ്നേഹം കാണിക്കും എന്നൊക്കെ. മുത്തശ്ശൻ പണ്ട് പറഞ്ഞത് ഓർക്കുന്നുണ്ട്, മുത്തശ്ശിയുടെ കയ്യിൽ മൈലാഞ്ചി ഇട്ട് കൊടുത്ത കഥ.
മുത്തശ്ശിയുടെ കയ്യിൽ മൈലാഞ്ചി ഇട്ട് കൊടുത്തപ്പോഴേക്കും മുത്തശ്ശൻ്റെ അടുത്ത് തന്നെ ഇരിക്കുകയും പിന്നെ മുത്തശ്ശൻ്റെ അടുത്തുനിന്ന് മാറുകയും ചെയ്തിട്ടില്ലാന്ന്. ഇപ്രാവശ്യം ഞാൻ കുറച്ച് മൈലാഞ്ചി ഇട്ട് കൊടുത്താലോ നയനയുടെ കയ്യിൽ. അങ്ങനെ ആദർശ് രാധ കുറച്ച് മൈലാഞ്ചിയൊക്കെ ആയിട്ട് നയനയുടെ അടുത്ത് ചെന്നിട്ട് പറയാണ്, തൻ്റെ കൈയൊന്ന് കാണിച്ച്. നയനയൊക്കെ എന്താ ആദർശേട്ടാ ഈ കൊച്ചുപിള്ളേരെ പോലൊക്കെ? അതെ, കാണിക്ക്, എൻ്റെ ഒരു ആഗ്രഹമല്ലേ. അങ്ങനെ ആദർശിനെ നയന കൈ കാണിക്കുമ്പോൾ ആദർശ് കയ്യിൽ മെഹന്തി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പം നയന പറയുന്നുണ്ട്, എന്താ ആദർശേട്ടാ ഇതൊക്കെ ആരെങ്കിലും കണ്ട എന്താവും? അപ്പം നയന എന്നിട്ട് പറയാം, എന്നാൽ ആദർശൻ്റെ കൈ കൂടെ ഇങ്ങനെ കാണിക്കേ, ഞാനും കുറച്ച് മെഹന്തി ഇട്ട് തരാം എന്ന് പറയുമ്പം ആദർശ് അന്നേരം കൈ ഇങ്ങനെ കാണിച്ചു കൊടുക്കുക. നയനയാണ് കൈ നിറച്ച് മൈലാഞ്ചി അങ്ങ് ഇടുകയാണ് കേട്ടോ. അത് കഴിയുമ്പോഴേക്കും ആദർശ് ഇങ്ങനെ നോക്കുകയാണ്. ആദർശ് ഇങ്ങനെ നോക്കി നയനെ തന്നെ ഇരിക്കുകയാണ്. അപ്പം നയനയുടെ സാരി ഇങ്ങനെ മാറിപ്പോകുന്നുണ്ട്. നയൻ്റെ വയറിലൊക്കെ ഒന്ന് കയറി പിടിക്കുക. അപ്പം മൈലാഞ്ചി എല്ലാം വയറിലൊക്കെ പറ്റുകയാണ് കേട്ടോ. അങ്ങനെ ഭയങ്കര റൊമാൻറ്റിക്കായിട്ട് കുറേ സീനുകളൊക്കെ ഉണ്ട്. അതിനൊക്കെ ശേഷമാണ് ആദർശ് നയനയോട് പറയുന്നുണ്ട്, നമ്മൾ ഇതുവരെ വിവാഹം കഴിഞ്ഞ് സന്തോഷത്തോടെ ഒന്നും പുറത്ത് പോയിട്ടില്ല. അന്നൊന്ന് പോകാമെന്ന് വിചാരിച്ചപ്പോഴാണ് അമ്മ വ്രതം എടുപ്പിച്ചത്. ഇനിയിപ്പോൾ നമുക്കൊന്ന് പുറത്തൊക്കെ പോയി കറങ്ങിയാലോ എന്ന് പറയുമ്പോൾ നയന പറയാനും, അതിനൊക്കെ ഞാൻ തയ്യാറാണ് അമ്മ, പക്ഷേ അതിനെ സമ്മതിക്കുമെന്ന് അറിയില്ലല്ലോ. അപ്പോൾ ആദർശ് പറയാണ്, അമ്മ സമ്മതിക്കും. ഇനി അമ്മ സമ്മതിച്ചില്ലെങ്കിലും നമ്മൾ പുറത്തു പോകും. എനിക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഞാൻ വാങ്ങിത്തരും എന്ന് പറയാണ് കേട്ടോ. അപ്പോഴേക്കും അവർ അമ്മയോട് അനുവാദം ചോദിക്കാം എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി വരുമ്പം എല്ലാവരും കൂടെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ദേവയാനി അങ്ങോട്ട് പറയാണ് കേട്ടോ, നയനെ എവിടെയോട്ട് പോവാണ് നിങ്ങൾ എന്ന് ചോദിക്കുമ്പം നയന ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ ഉടനെ തന്നെ ജലജ പറയാണ് കേട്ടോ, രണ്ടുപേരും കൂടെ അണിഞ്ഞൊരുങ്ങി എങ്ങോട്ടാ? ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണല്ലോ. എന്താ ആദർശിനെയും കൊണ്ട് എങ്ങോട്ട് പോകാനാ നിന്റെ പ്ലാൻ? അപ്പോഴേക്കും ആദർശ് പറയാണ്, എന്താ അപ്പച്ചി, ഞങ്ങൾക്ക് എവിടെയും പോകാമല്ലേ, ഞങ്ങൾ ഭാര്യയും ഭർത്താവല്ലേ, ഞങ്ങൾക്ക് പുറത്ത് പോയിക്കൂടെ? അപ്പം ജലജ പറയാം, പിന്നെ പുറത്ത് പോയി ഇവിടെ ഒരു 100 കൂട്ടം പണി കിടക്കുമ്പോഴാണ് ഇവളെയും കൊണ്ട് പുറത്ത് പോകുന്നത്. ഇവിടെ എന്തെല്ലാം കാര്യങ്ങളുണ്ടെന്ന് നിനക്കറിയോ? അപ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട്, അത് ഇവിടുത്തെ വേലക്കാരിയൊന്നുമല്ലല്ലോ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ. ഇവിടുത്തെ കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾ ഇത്രയും പേരില്ലേ, അതൊക്കെ മതി. ഇപ്പം തൽക്കാലം ഞങ്ങളൊന്ന് പുറത്ത് പോകാമെന്ന് പറയാം. അപ്പോൾ ദേവയാനി പറയാണ് കേട്ടോ, ജലജേ അവർ പുറത്ത് പോകുന്നതിന് നിനക്കെന്താ? എൻ്റെ മോനുമാണ്, അതുകൊണ്ട് അവർ പുറത്ത് പോയിക്കോട്ടെ. മക്കളെ നിങ്ങൾ പുറത്ത് പോയിട്ട് വാ. ആദർശ മോനെ നീ നയനയും കൊണ്ടൊന്ന് പുറത്തൊക്കെ പോയിട്ട് വാ. നിങ്ങളിതുവരെ അങ്ങനെ പുറത്തൊന്നും പോയിട്ടില്ലല്ലോ വിവാഹം കഴിഞ്ഞ്. സന്തോഷത്തോടെ പോയി അടിച്ചു പൊളിച്ചിട്ടൊക്കെ വന്നാൽ മതി കേട്ടോ. വൈകുന്നേരമായിട്ട് വന്നാൽ മതി. അതുവരെ എവിടെയെങ്കിലുമൊക്കെ ഇവളെയും കൊണ്ടൊന്ന് കറങ്ങ് എന്ന് പറയാണ് കേട്ടോ ദേവയാനി. ഇത് കേട്ട് അനാമികയുടെ മുഖമൊക്കെ അങ്ങ് കടന്നൽ കുത്തുന്ന പോലെ വീർത്ത് വരികയാണ്. അനാമികയ്ക്കും ജാനകിക്കും ജലജയ്ക്കും ഒന്നും ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അപ്പോഴേക്കും അനാമിക പറയാണ്, ഓരോരുത്തരുടെയൊക്കെ ഭാഗ്യം നോക്കണേ, തേണ്ടേ അവളെ കൊണ്ട് കറങ്ങി നടക്കാൻ വിട്ടിരിക്കുക. ഇനിയിപ്പം ബാക്കിയുള്ളവനൊരു ഭർത്താവുണ്ട്, എങ്ങും കൊണ്ടുപോവില്ല, കാണാനും മേല എന്നൊക്കെ പറയാണ് കേട്ടോ. അത് കഴിയുമ്പം അവർ പുറത്തേക്ക് പോവാണ്. ഇനി ആദർശൻ നയനയും കൂടെ വളരെ സന്തോഷത്തോടെ പുറത്തേക്കൊക്കെ പോവാണ് കേട്ടോ. അതും ദേവയാനിയുടെ അനുവാദത്തോടു കൂടി. ഇനി നല്ല കിഡിലൻ എപ്പിസോഡുകളാണ് വരാനായിട്ട് പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്